ഡൽഹിയിൽ 3 ദിവസമാണ് സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം നമുക്ക് നെഗറ്റീവ് ആണെങ്കിലും 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഡൽഹിയിൽ വന്ന തന്നെ എനിക്ക് ഓർത്തായിട്ട് തോന്നിയുള്ളൂ. ഒരുപാട് ഫുഡ് സ്പോട്ടിൽ പോയി എല്ലാതും ഒന്നിനൊന്നിനും മെച്ചമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളെപ്പോലത്തെ എല്ലാ ഫുഡീസും ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ഫുഡ് സ്ട്രീറ്റിൽ ഒന്നായിരിക്കും അല്ലേ ജമാ മസ്ജിദ് സ്ട്രീറ്റ്. എന്നാൽ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ജസ്റ്റ് ജമാ മസ്ജിദ് സ്ട്രീറ്റ് കണ്ടാൽ മതി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത്രയും ഫേമസ് ആയ സ്ട്രീറ്റ് ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ കാണാണ്ടിരിക്കണം മോശമാണ്. ആ ഒരു രീതിയിൽ മാത്രം ഡൽഹിയിൽ വന്നാൽ കാണാം. അതല്ലാണ്ട് എന്തായാലും ഡൽഹിയിൽ വേറെ ഒരു ഫുഡ് സ്ട്രീറ്റിൽ പോയില്ലെങ്കിലും ജമാ മസ്ജിദ് സ്ട്രീറ്റിൽ പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഒരിക്കലും നിങ്ങൾ വരരുത്. കാരണം അവിടെയുള്ള സത്യാവസ്ഥയാണ് നമ്മൾ എപ്പിസോഡ് 1-ലും 2-ലും ഡൽഹി എപ്പിസോഡ് 1-ലും 2-ലും ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഡൽഹിയിൽ നിങ്ങൾ വന്നാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഫുഡ് സ്ട്രീറ്റിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഡൽഹിയിലത്തെ അവസാനത്തെ ദിവസമാണ്. നമ്മൾ നാളെ പുലർച്ചെ 1:30 തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസേ, ഇന്ന് നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ പോകുന്നത് ഒരു മലയാളി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ ഭയങ്കര പ്രൗഡാണ്. കാരണം നമ്മൾ ഡൽഹി പാർലമെൻറ്റ് മസ്ജിദ് യൂസുഫ് പണിത പള്ളിയിലാണ് നമ്മൾ നോമ്പ് തുറക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, അവിടെ ഫുൾ നോമ്പ് തുറ യൂസുഫ് അലിക്കാടെ വകയാണ്. എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ഒരു 100-400 ആൾക്കാർ വന്ന് നോമ്പ് തുറക്കുന്ന ഒരു സ്ഥലമാണ്. നാട്ടിൽ ഒരുപാട് പള്ളി യൂസുഫ് അലിക്ക പണിതിട്ടുണ്ട്. നാട്ടിലെന്നല്ല, ലോകത്തിന് എത്രത്തോളം പള്ളി പണിതിട്ടുണ്ട്. നാട്ടിൽ ഞങ്ങൾ പള്ളി അടക്കം ഒരുപാട് പള്ളിയിൽ യൂസുഫ് അലിക്കാടെ വകയാണ് നോമ്പ് തുറ. അപ്പോൾ ഡൽഹിയിൽ ഇങ്ങനെ യൂസുഫ് അലിക്കാടൊക്കെ നോമ്പ് തുറ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് കാണാനുള്ളൊരു കൗതുകം. പിന്നെ ഒരു നാട്യക്കാരെന്ന് ഭയങ്കര പ്രൗഡല്ലേ. അപ്പോൾ ഇതാ നമ്മൾ പള്ളി എത്താനായി. ഡൽഹി പാർലമെൻറ്റിൻ്റെ അവിടെ നമ്മളിതാ ഓട്ടോ വിളിച്ച് എത്തിയിട്ടുണ്ട്. നമുക്ക് പള്ളി എങ്ങനെയാണ് നോക്കാം, പള്ളിയിൽ നോമ്പ് തറ എങ്ങനെയാണ് നോക്കാം. ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നെക്സ്റ്റ് ലെവൽ ഫീലാണ്. വേറെ ഒന്നല്ല, ഡൽഹി പാർലമെന്റ് തൊട്ടടുത്തായിട്ടുള്ള പള്ളിയാണ്. ഒരുപാട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള പള്ളിയാണത്. പണ്ട് മുഗൾ രാജാക്കന്മാരെ കാലത്ത് പണിതിട്ടുള്ള പള്ളിയാണ്. പിന്നെ ഇത് റിനോവേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് തന്നെ നമ്മുടെ സ്വന്തം MA യൂസഫ് അലി തന്നെയാണ്. ഇത് റിനോവേറ്റ് ചെയ്ത കഥ ഒക്കെ നമുക്ക് അവിടെ പോയാൽ അവർ പറഞ്ഞു തരുന്നതാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലൊക്കെ നെക്സ്റ്റ് ലെവലാണ്. അതിന് പുറമെയാണ് എല്ലാ മാസവും ഇവിടെ ഡെയിലി 500 പേർക്ക് നോമ്പ് തുറയുള്ളത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോഴും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴൊക്കെ നെക്സ്റ്റ് ലെവൽ ഫീൽ ആയിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചായിരുന്നു അധികം ആൾക്കാരൊന്നും ഉണ്ടാവായിരിക്കില്ല, ഇതറിയാവുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ ഒരു നോമ്പ് തുറക്ക് വരുന്നുണ്ടാവുള്ളൂ എന്നാണ്. എന്നാൽ എനിക്ക് തെറ്റി. വേറെ ഒന്നുമല്ല, ഒരുപാട് സ്റ്റുഡൻസ്, ഒരുപാട് അതർ സ്റ്റേറ്റ് ലേബേഴ്സ്, അത് ആണായാലും പെണ്ണായാലും ഒരുപാട് കോളേജ് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, സ്റ്റാഫ്, ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു നോമ്പ് തുറ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമായിട്ട് അവിടെയുള്ളത്. ഡെയിലി 500 പേർക്ക് അധികമാണ് ഈ ഒരു പള്ളിയിൽ നോമ്പ് ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനുള്ളിൽ എന്താണെന്നറിയോ? ഇതിൻ്റെ ഉള്ളിൽ ഹൈദരാബാദി ബിരിയാണി എല്ലാ ദിവസവും. ഞാൻ ഈ പള്ളി എങ്ങനെയാണ് കാണിക്കട്ടെ. പള്ളിയുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതാണ് യൂസഫ് അലിക്ക ഡൽഹിയിൽ പണിത പള്ളി. ഇതൊക്കെ കാണുമ്പോഴും ഇവിടുന്ന് നോമ്പ് ഓർക്കുമ്പോഴും ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ നെക്സ്റ്റ് ലെവൽ ഫീൽ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്, ഇവിടുന്ന് നോമ്പ് തുറന്നതിന് ശേഷമാണ് ഞങ്ങൾ ഡൽഹി ട്രിപ്പിന് ഒരു ജീവൻ തന്നെ വെച്ചു. ഒരുപാട് പേരാണ് ഞാൻ ആ പള്ളിയിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പരിചയപ്പെടാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് അവിടുത്തെ പള്ളി കമ്മിറ്റിയുടെ ആൾക്കാരായിക്കോട്ടെ, അവിടുത്തെ ലോക്കൽസ് ആയിക്കോട്ടെ, എല്ലാവരും വന്ന് പരിചയപ്പെടുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എന്തോരം അഭിമാനത്തോട് കൂടിയിട്ടാണെന്നറിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ ഈ പള്ളി റിനോവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ പള്ളിയിൽ ഇപ്പോൾ നോമ്പ് തുറ നടത്തുന്ന ആളുടെ നാട്ടിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ. അപ്പോഴൊക്കെ അവരെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നോമ്പ് തുറക്കുന്ന അതേ ഫീലായിരുന്നു. ഒരുപാട് കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹൈദരാബാദി ബിരിയാണി എല്ലാ ദിവസവും ഒരു സെർവ് ചെയ്യുന്നുണ്ട്. അത് കൂടാനായിട്ട് ഒരുപാട് ജ്യൂസും വെള്ളവും അങ്ങനെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള നോമ്പ് തുറയാണ്. ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ നോമ്പ് തുറന്നിട്ട് ഇതാ പുറത്തേക്ക് പോവുകയാണ്. പൈസ അതിനുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ലേ, നെക്സ്റ്റ് ലെവൽ. ഇതാണ് നമ്മളുടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മളുടെ പള്ളി. ഇതാണ് യൂസുഫ് അലിക്ക പണിത പള്ളി. ഒരുപാട് ഹിസ്റ്ററി ഉള്ള പള്ളിയാണ്. പിന്നെ അതുപോലെ തന്നെ യൂസുഫ് അലിക്ക് ഇത് പണിയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പാർലമെൻറ്റിലേക്ക് വരേണ്ട കാര്യത്തിനും എന്തിനോ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ പാർലമെൻറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു പള്ളി പൊളിഞ്ഞെടുക്കുന്ന യൂസുഫ് അലിക്ക് ശ്രദ്ധിച്ച്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും വിഷമമാവും. പക്ഷെ ഒരുപാട് പൈസക്കാർ ചിലപ്പോൾ പാർലമെൻറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവും, ഇതൊക്കെ കണ്ടുണ്ടാവും. പക്ഷേ അത് ശരിയാക്കാനും അത് പണിയാനും അത് നടത്തിക്കൊണ്ടുപോകാനും ഒരു മനസ്സ് വേണം. അതാണ് നമ്മളുടെ യൂസുഫ് അലിക്ക് കാണിച്ചത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് നോമ്പ് തുറക്കുമ്പോൾ
എന്റെ രോമാഞ്ചം നമുക്ക് ആ ഫീൽ ഇല്ല, അതായിരുന്നു നമുക്ക് ഒരു രക്ഷയില്ലാത്ത ഫീലായിരുന്നു. ഡൽഹിയിൽ അറിയപ്പെടാത്ത ഒരുപാട് ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് ഒരു ഫുഡ് സ്ട്രീറ്റിൽ ഒന്നായിരിക്കും സാക്കിർ നഗർ എന്നുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും മനസ്സിൽ അത്രയും ജമാ മസ്ജിദ് ഫുഡ് സ്ട്രീറ്റ് ഉള്ളതുകൊണ്ടാണ് വേറെ ഒരു ഫുഡ് സ്ട്രീറ്റിന്റെ പേര് പോലും നമ്മൾ കേൾക്കാത്തത്. ഇത്രയും ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള ഇത്രയും വൃത്തിയില്ലാത്തൊരു ഫുഡ് സ്ട്രീറ്റ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ ഡൽഹിയിൽ വന്നിട്ട് ജമാ മസ്ജിദ് സ്ട്രീറ്റിൽ പോയില്ലെങ്കിലും ഡൽഹിയിലെ ലോക്കൽ ഫുഡ് അല്ലെങ്കിൽ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് നിങ്ങൾ തപ്പുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ സാക്കിർ നഗർ ഒറ്റ പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മള് സാക്കിർ നഗറിൽ എത്തിയിട്ടുണ്ട്. സാക്കിർ നഗറിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ഫദീൻ ബ്രോ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് ബ്രോ. ഹായ്. ബ്രോന്റെ വീട് എവിടെയാ? ഇവിടെ നാദാപുരം. നാദാപുരം. ഡൽഹിയിൽ എത്ര കാലമായി? ഡൽഹിയിൽ ഇപ്പോ 6-7 മാസമായി. ഇവിടെ വരാറുണ്ട്? ഈ സ്ട്രീറ്റിൽ എത്ര കാലമായി? ഞാൻ ഇപ്പൊ 4-5 മാസത്തോളം ഇവിടെ തന്നെയാണ് താമസം. ഈ സ്ട്രീറ്റിൽ അവിടെ തന്നെയാണ് താമസം. അപ്പോ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നമ്മളൊന്നും അറിയാത്ത സ്ട്രീറ്റിലേക്ക് വെറുതെ വന്നിട്ട് കാര്യമില്ല. അപ്പൊ ഫദീൻ ബ്രോ ഞങ്ങൾക്ക് എല്ലാ ഫുഡ് സ്പോട്ടും കാണിച്ചു തരാന്ന് പറഞ്ഞ് ആദ്യത്തെ ഫുഡ് സ്പോട്ട് ഇതാ അഫ്സർ ചിക്കൻ പോയിന്റ്. ഇവിടെ വരാറുണ്ടോ? ഓ, ഇടക്കിടക്ക് വരാൻ. ഇവിടുത്തെ എന്താ അടിപൊളി? ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ. ഓക്കെ. അപ്പൊ അഫ്സർ ഫദീൻ ബ്രോനെ ഞങ്ങൾക്ക് കണക്ട് ചെയ്ത് തന്നത് നമ്മുടെ ട്രിപ്സിഗോന്റെ സ്വന്തം അസ്ലം ബ്രോ ആണ്. അസ്ലം ബ്രോ ആദ്യം പറഞ്ഞത് ബ്രോ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് വന്ന എനിക്ക് ഭയങ്കര വിഷമമായി എന്നുള്ള രീതി എന്ന് വെച്ചാൽ അഫ്സൽ ബ്രോ ഇവിടെ ഉണ്ടായിരുന്നു. അസ്ലം ബ്രോ പക്ഷേ നമ്മൾ ഡൽഹി വന്ന സമയത്ത് പുള്ളിക്കാരൻ നാട്ടിലേക്ക് പോയി. എന്തായാലും അസ്ലം ബ്രോനെ നമുക്ക് വേറൊരു ദിവസം മീറ്റ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ഇതാ അഫ്സർ ചിക്കൻ പോയിന്റ്. ഇവിടുത്തെ ബട്ടർ ചിക്കൻ അല്ലേ കഴിക്കണ്ടേ? ഓക്കെ. നമ്മളുടെ ഫദീൻ ബ്രോ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഫുഡ് സ്പോട്ട് പാളൂരെ നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് വരുന്നത് സാക്കിർ നഗറിന്റെ സ്റ്റാർട്ടിംഗ് ലൈനുള്ള അഫ്സർ ചിക്കൻ പോയിന്റ് ആണ്. ഇതൊരു കുഞ്ഞു ഷോപ്പാണ്, പക്ഷെ ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വരുന്നത് ഞാൻ കണ്ടിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യേണ്ടത് ഇവിടുത്തെ ബട്ടർ ചിക്കനാണ്. മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് തലേ ദിവസം നമ്മൾ ജമാ മസ്ജിദിലെ അസ്ലം ബട്ടർ ചിക്കനിൽ പോയിട്ട് ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്തതിൻ്റെ നേരെ പകുതി റേറ്റ് മാത്രമാണ് ഇവർ ചാർജ് ചെയ്യണുള്ളൂ. പക്ഷെ അതിനേക്കാൾ 100 ഇരട്ടി ടേസ്റ്റ് ഇവിടുന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ഫുഡ് സ്പോട്ടിൽ പോകുമ്പോഴും അവിടുത്തെ റേറ്റും ടേസ്റ്റും ക്വാളിറ്റിയും എല്ലാതും എടുത്തു പറയണമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ജമാ മസ്ജിദിലെ ഫുഡ് സ്പോട്ടിന്റെ നേരെ പകുതി റേറ്റ് മാത്രമാണ് ഇവർ ചാർജ് ചെയ്യണുള്ളൂ. കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്ട്രീറ്റ് ആയതുകൊണ്ടായിരിക്കും അവർ അത്രയും ചാർജ് ചെയ്യണത്. പക്ഷെ ആ ചാർജ് ചെയ്യുന്ന ടേസ്റ്റ് എനിക്ക് ഒരു ഫുഡ് സ്പോട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്, റേറ്റും പകുതിയാണ്, ടേസ്റ്റ് നെക്സ്റ്റ് ലെവലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും എന്തായാലും ഈ ഒരു ഫുഡ് സ്ട്രീറ്റ് വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ ഇന്നലെ അസ്ലമിൽ പോകണ്ടായിരുന്നു. അസ്ലമിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് അഫ്സറിലെ ബട്ടർ ചിക്കൻ ആണ്. ഇഡ്ഡലാണ് ഇഷ്ടം. നമ്മുടെ അടുത്ത സ്പോട്ട് ഡൽഹി കിച്ചൺ അല്ലേ ബ്രോ? ഇവിടുത്തെ എന്താ കഴിക്കേണ്ടത് നമ്മള്? ഇവിടുത്തെ ചിക്കൻ സജ്ജി. ചിക്കൻ സജ്ജി. സജ്ജി ഒരു അൽഫാം ടൈപ്പ് സാധനമാണ്. അടിപൊളിയാണോ? ഓ, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇതും കുഞ്ഞു ഷോപ്പാണ്. ഇവിടെ അധികം തിരക്കൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ പാകിസ്ഥാനി സ്റ്റൈൽ അൽഫാം മാത്രമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം കണ്ടപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു അൽഫാമാണെന്ന് തോന്നി. പിന്നെ എനിക്ക് മനസ്സിലായത് അവർ ബട്ടർ ആഡ് ചെയ്യാൻ മറന്നു പോയതാണെന്ന്. പിന്നെ നമ്മൾ രണ്ടാമത് കൊടുത്ത് ബട്ടറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സ്ട്രീറ്റിലെ ഏകദേശം എല്ലാ ഫുഡ് സ്പോട്ടും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇപ്പം ഇതിന് 130 മാത്രമാണ് നിങ്ങൾ ചാർജ് ചെയ്യണുള്ളൂ. ഇതിപ്പോൾ ജമാ മസ്ജിദിൻ്റെ അടുത്താണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ചാർജ് ആയത്. അതിന് കൂടെ ബട്ടർ ഗ്രേവി നമ്മൾ പറയുകയാണെങ്കിൽ എക്സ്ട്രാ പറയുകയാണെങ്കിൽ വെറും 20 രൂപ മാത്രം ചാർജ് ചെയ്യുള്ളൂ. സംഭവം അടിപൊളി, ഒന്നുമില്ല, ഒരു രക്ഷയില്ല, അടിപൊളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ ഇത്രയും കാലം കഴിച്ച അൽഫാമിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അൽഫാമാണ്. മല്ലികളുടെ കുത്തുണ്ട്, ബട്ടറും ഒക്കെ കൂടി വെൽ ബാലൻസ്ഡ് ആണ്, കിഡിലനാണ്. അങ്ങനെ ഫദീൻ ബ്രോ കൊണ്ടുവന്ന 2 ഫുഡ് സ്പോട്ടും ബ്രോ പൊളി. ഇനി ഇതുപോലെ ഒരുപാട് ഫുഡ് സ്പോട്ട് ഉണ്ടോ? ഒരു 4-5 കൂടെ നമുക്ക് കവർ ചെയ്യാൻ നോക്കാം. 4-5 എണ്ണം കൂടി അല്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ പുലർച്ചെ 2 മണിക്ക് എയർപോർട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യില്ലേ? അപ്പോൾ പിന്നെ നമുക്ക് സ്വാഭാവികം ഇതായി തുടങ്ങി. വേറെ പ്രശ്നമൊന്നുമില്ലല്ലേ? അവർക്ക് ഇഷ്ടമുള്ള പറയുന്നു, നമുക്ക് ഇഷ്ടമുള്ള പറയുന്നു. അത് നമ്മൾ 2 മണിക്ക് പോകണോണ്ട് തന്നെ ഇവിടുന്ന് വല്ലാണ്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഫ്ലൈറ്റ് അറിയാലോ, നമ്മൾ 2 ദിവസത്തിന് വേണ്ടി വന്നതാണ്. ബ്രോ അടുത്ത ഫുഡ് സ്പോട്ട് ഏതാ? ഇവിടെ അടുത്ത് തന്നെയാണോ? ഓക്കെ. ബ്രോ അടക്കം കൺഫ്യൂസ്ഡ് ആണ് എങ്ങോട്ട് പോകണം എന്നുള്ളത്. നമ്മുടെ അടുത്ത സ്പോട്ട് തൊട്ടടുത്തായിട്ടുള്ള അക്തർ ഗ്രൈൻഡർ ആണ്. പെട്ടെന്നാണ് നമ്മൾ ഓരോ ഫുഡ് സ്പോട്ടും കവർ ചെയ്യണത്. കാരണം നമുക്ക് ടൈമില്ല. അക്തർ ഗ്രൈൻഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യേണ്ടത് അവിടുത്തെ ഡേറ്റ് ഷേക്ക് ആണ്. വെറും 40 രൂപക്കാണ് ഇത്രയും കിലോ ഡേറ്റ് ഷേക്ക് ഡൽഹി പോലുള്ള സ്ഥലത്ത് എനിക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ ഇവർക്ക് മുതലാവണേ? ഡൽഹിയിൽ എല്ലായിടത്തും ഓൾമോസ്റ്റ് നല്ല പ്രൈസാണ്. കാരണം അറിയാലോ, നമ്മൾ അവിടുത്തെ നവാബിലത്തെ റെന്റിന് വെറും 3 ലക്ഷം രൂപയാണ്. ആ ഒരു കുഞ്ഞ് സ്പേസിന് അവർ കൊടുക്കണം. എല്ലായിടത്തും ഭയങ്കര റെന്റാണ്. അപ്പോൾ എന്തായാലും എല്ലായിടത്തും നല്ല പ്രൈസാണ്. പക്ഷെ വെറും 40 രൂപക്കാണ് ഈ കാണുന്ന ഡേറ്റ് ഷേക്ക് അവർ കൊടുക്കുന്നത്. ഒരു രക്ഷയില്ലാട്ടാ. നിതാൻ ബ്രോ, ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ ഹോൺ അടിക്കുമ്പോൾ പ്രത്യേകം എന്തെങ്കിലും സുഖം കിട്ടണ്ട? അത് ഞാനിപ്പോ
ഇവിടെ വന്നതിന് ഈ സ്പ്ലെൻഡറിനൊക്കെ ലോറിനെ കാട്ടി വലിയ ഹോൺ നമ്മൾ പേടിച്ചു നോക്കിയപ്പോ അവിടെ ഒരു കുഞ്ഞ് സ്പ്ലെൻഡർ പോണ കണ്ടപ്പോണ്ടല്ലോ പേടിച്ചു വയസ്സ് ഇവിടുത്തെ ആൾക്കാർക്ക് ഈ ഹോൺ തന്നെ പ്രത്യേക വികാരാന്ന് കണ്ടാ ഒരു മനുഷ്യനില്ല റോട്ടിൽ എന്നാലും ആൾക്ക് ഹോൺ അടിക്കണം റോട്ടിലൊരു മനുഷ്യനെങ്കിലും വെറുതെ ഹോൺ അടിക്കുക അതൊരു സുഖമാണെന്ന് തോന്നുന്നു. അടുത്ത ഫുഡ് പോയത് നമ്മുടെ അടുത്ത സ്പോട്ട് ഒരു ടീ സ്പോട്ടാണ്. വേറെ ഒന്നുമല്ല, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. കാരണം 3 സ്പോട്ടും അത്യാവശ്യം നല്ല ഹെവി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് റെസ്റ്റ് എടുക്കണമെങ്കിൽ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ട് നഗോരി ടീ പോയിന്റിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. ഇവിടുത്തെ പ്രധാന താരമായിട്ടുള്ള നഗോരി ടീ ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. കിഡിലെ ടേസ്റ്റ് ആണ്. ഇവിടുത്തെ കുറച്ച് നെഗറ്റീവ് പറയാൻ ഒരു ഫുഡ് സ്പോട്ട് പറഞ്ഞുതരോ? കാണിച്ചു തരുന്ന എല്ലാ ഫുഡ് സ്പോട്ട് നല്ലതാണല്ലോ കുറച്ചോനെ. ഒരു രക്ഷയില്ലാട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. എന്റെ മോനെ എന്താ പറയാല്ലേ, ഒരു രക്ഷയില്ല. ജാക്കിർ നഗറിൽ വന്നാലും മസ്റ്റ് ആയിട്ട് കുടിക്കുക. 10 രൂപയും കിട്ടും, 20 രൂപയും കിട്ടും. എന്റെ ഗ്യാരണ്ടിയാണ്. നിങ്ങളിപ്പോൾ 10 രൂപ 20 രൂപ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോ, നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കുടിച്ചുകൊണ്ടേയിരിക്കും. കാരണം അത്ര കിട്ടുന്ന ടേസ്റ്റ് ആണ്. ഇതിനു മുമ്പ് ഇത്രയും ഹറിബറി ആയിട്ട് ഇത്ര അധികം ഫുഡ് സ്പോട്ടുകൾ ഞാൻ ഒറ്റയടിക്ക് കവർ ചെയ്യണം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലമെങ്കിൽ അതിന് മുമ്പത്തെ കൊല്ലം കേരളത്തിൽ ഓരോ ഡിസ്ട്രിക്റ്റ് കവർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത്രയും ഹറിബറിയിൽ ഓരോ ഫുഡ് സ്പോട്ടുകളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ഇത് ഇവിടുത്തെ ഷവർമയാണ്. ഇത് ശരിക്കും എന്താണ് പറയേ ബ്രോ പറയാണ്, ഇതാണ് കറക്റ്റ് ഷവർമ. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ ഇവര് ഷവർമ ഒക്കെ കൊടുക്കണത്. പക്ഷെ നമുക്ക് വയറില്ല. അടുത്ത സ്പോട്ടിലേക്ക് പോകണ്ടേ? യെസ് അല്ലേ, അടുത്ത സ്പോട്ടിലേക്ക് പോകണ്ടേ? അതുകൊണ്ട് കഴിക്കുന്നില്ല എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക. കാരണം അതിന്റെ ഓണർ നമ്മളെ നോക്കിയിട്ടുണ്ട്. ഇതാണ് ഓണർ. ഹലോ ഓണർ നമ്മളെ നോക്കിയിട്ടുണ്ട്. ആളെടുത്ത് പറയാൻ പറ്റില്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നണില്ല. അതുകൊണ്ട് തന്നെ നമ്മള് വയറ് ഫുള്ളാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോവുകയാണ്. നമ്മുടെ അടുത്ത സ്പോട്ട് തൊട്ടടുത്തായിട്ടുള്ള മീർസ് റെസ്റ്റോറന്റ് ആണ്. നമ്മൾ ഈ പോയ എല്ലാ ഫുഡ് സ്പോട്ടും ഒറ്റ സ്ട്രെച്ചിലാണ്. വെറും 5-10 മീറ്റർ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. നഗോരി ടീയുടെ നേരെ തൊട്ടടുത്തായിട്ടുള്ള റെസ്റ്റോറന്റ് ആണ്. ഇവിടുത്തെ ചിക്കൻ ചങ്കേസി എന്ന് പറഞ്ഞൊരു ഐറ്റം. അവിടെ വീഡിയോ എടുക്കാൻ നിൽക്കുന്നുണ്ട്. ഇതാണ് ചിക്കൻ ചങ്കേസി. ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് കഴിയാനായി. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. ഈ ഒരു ടേസ്റ്റ് പിന്നെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ഓരോ റെസ്റ്റോറൻറ്റിലും കിട്ടുന്ന ബട്ടർ ചിക്കന്റെ ടേസ്റ്റ് ആണ് ഇവിടുത്തെ ചിക്കൻ ചങ്കേസി കഴിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. മൊത്തം 6-7 പീസ് മാത്രം ഈ ഒരു ചിക്കൻ ചങ്കേസിയിൽ അവർ ഇട്ടിട്ടുണ്ട്. വെറും 150 രൂപ മാത്രമാണ് ഇതിനെ അവർ ചാർജ് ചെയ്യണുള്ളൂ. എത്രത്തോളം അഫോർഡബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു സ്ട്രീറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുക ഡൽഹിയിലെ ലോക്കൽസോ അല്ലെങ്കിൽ ഡൽഹിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ പ്രൈസ് തന്നെയാണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ബാക്കി ഇപ്പോൾ ജമാ മസ്ജിദ് സ്ട്രീറ്റ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ടൂറിസ്റ്റുകളായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നുണ്ടാവുക. പക്ഷെ ഡൽഹിയിലെ ലോക്കൽസ് പോകുന്നത് ഇങ്ങനത്തെ ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. നമ്മളിപ്പോ മീർ റെസ്റ്റോറന്റിൽ നിന്ന് ചിക്കൻ ചങ്കേസി കഴിച്ചിറങ്ങിയിട്ടുള്ളൂ. ഒരു രക്ഷയില്ല. അടുത്ത സ്പോട്ട് ഇതിനേക്കാൾ ഗംഭീരാണോ? പുള്ളി ഒരു ഹൈപ്പും തരുന്നില്ല. എന്താ ഒരു നെഗറ്റീവെങ്കിലും പറയാൻ തരണ്ടേ? എന്താ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു നെഗറ്റീവും പറയാൻ തരാത്തെ? സമയം 12:20 കഴിഞ്ഞ് നമ്മള് തിരിച്ച് നമ്മളെ ബ്ലൂ സ്മാർട്ട് വഴി ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. റൂമിൽ നിന്ന് എയർപോർട്ടിലേക്ക് 2 മണിക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് 1/2 മണിക്കൂർ റൂമിലേക്ക് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് മാക്സിമം കവർ ചെയ്ത് റൂമിലേക്ക് പോകാന്ന് വിചാരിക്കുകയാണ്. നമ്മളെ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ട്. എന്തായാലും ബ്രോ ഞങ്ങൾ ഇനി വരുന്നതായിരിക്കും. അന്ന് ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കോ? ഉറപ്പല്ലേ? ഓക്കെ, അടുത്ത സ്പോട്ടിലേക്ക് ഇത്ര അധികം സ്പോട്ട് കവർ ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിൽ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ആവറേജ് ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്ത്. അതിന് നെഗറ്റീവ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ടേസ്റ്റ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. വേറെ ഒന്നുമല്ല, നമ്മൾ പോയ എല്ലാ സ്പോട്ടും നെക്സ്റ്റ് ലെവൽ ടേസ്റ്റി ആയിരുന്നു. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്കൊരു ആവറേജ് ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുള്ളൂ. സ്പോട്ടിൻ്റെ പേര് ഷാജി മിൽക്ക് എന്നാണ്. ഇതൊരു ഡെസേർട്ട് സ്പോട്ടാണ്. ഇവിടുത്തെ റസ്മലൈ കഴിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. കുറച്ച് ഹാർഡായ എന്നൊരു സംശയം, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെഗറ്റീവ് ഒന്നും പറയാൻ പറ്റൂല. ബാക്കി എല്ലാ ഫുഡ് സ്പോട്ടും നെക്സ്റ്റ് ലെവൽ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് മോശമായിരുന്നു. അങ്ങനെ മാത്രം പറയാൻ പറ്റുള്ളൂ. ഇതിനായിട്ട് വന്നാലൊന്നും പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പോയ എല്ലാ ഫുഡ് സ്പോട്ടും നെക്സ്റ്റ് ലെവൽ ടേസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എന്താണ് നിങ്ങൾക്ക് നല്ല ദാഹണ്ട? വേണ്ടാന്ന് പറഞ്ഞു അല്ലേ? വേണ്ടാന്ന് പറഞ്ഞു കുടിച്ചുകൊണ്ടേ ഇരിക്കുക. വാ വാ വാ.
അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ അടുത്ത സ്പോട്ടിന്റെ പേര് ക്യുക്കീറ്റ് ആണ്. ഇവിടുത്തെ ഒരു റോള് കഴിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു കുഞ്ഞ് ഷോപ്പാണ്, പക്ഷെ ഗംഭീര തിരക്കാണ്. മിനിമം നമ്മളൊരു 20 to 25 മിനിറ്റ്സ് എങ്കിലും ഇത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മൾ വന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കണേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഉണ്ടാക്കുന്ന കാണാൻ തന്നെ നെക്സ്റ്റ് ലെവലാണ്, ഗംഭീരാണ്. ഇത് കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. ഒരുപാട് ആൾക്കാരാണ് ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആകെ ഒരു റോളേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് വെറൈറ്റി സോസും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ വെച്ചുണ്ടാക്കുന്ന റോളാണ്. കിഡിലെ ടേസ്റ്റ് ആണ്. കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താനേ പറ്റില്ല. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് കഴിക്കാണ്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വേണമെങ്കിൽ ഡിപ്രഷൻ അടിച്ചു തരണേ. കാരണം അത്ര അടിപൊളി ടേസ്റ്റ്. ഇത്രയും ടൈം നമ്മൾ വെയിറ്റ് ഒക്കെ വേർത്തായി. ബ്രോ അടിപൊളി. ഇവിടെ വരാറുണ്ടോ? എപ്പോഴും വരാറുണ്ടോ? ബ്രോ സജസ്റ്റ് ചെയ്യാൻ എല്ലാ സ്പോട്ടും അടിപൊളിയാണല്ലോ പറഞ്ഞേ. ഏതെങ്കിലും ഒന്ന് കുറ്റം പറയാൻ ഞങ്ങൾക്ക് കിട്ടോ? ഒന്നും കൂടെ ഇല്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് സ്പോട്ട് ആയപ്പോൾ ടയേർഡായിട്ട് ഞാൻ പറഞ്ഞു ബ്രോ പോവാന്ന് പറഞ്ഞപ്പോൾ നടക്കൂല, ക്യാബ് ടൈം കൂട്ടിക്കോളാൻ പറഞ്ഞു. കാരണം ഇത് കഴിക്കാണ്ട് ഇവിടുന്ന് പോകാൻ പാടില്ല. അത്ര ഇത് കഴിക്കാണ്ട് പോവാണെങ്കിൽ ഡിപ്രഷൻ അടിച്ചു തന്നെ. കാരണം അത്ര അടിപൊളി ടേസ്റ്റ്. ബ്രോ ഇനി നമ്മ പോവാ, അടുത്ത സ്പോട്ടിലേക്ക് പോവോ? ഇനി എന്താ, ഇനി എവിടെ പോണേ? മസ്റ്റ് ട്രൈ ആണോ? അത് കഴിക്കാണ്ട് പോകാൻ പാടില്ല. ഞാൻ സത്യം പറഞ്ഞ ഇത് രണ്ടും ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ബ്രോ ഇനി മതി പോവാന്ന് പറഞ്ഞപ്പോ നടക്കൂല, സാക്കിർ നഗറിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിക്കാണ്ട് പോകാൻ പാടില്ല അത്ര അങ്ങനെ പറഞ്ഞിട്ടാണ്. ഓക്കെ അടുത്ത സ്പോട്ടിൽ നമ്മൾ ലാസ്റ്റ് സ്പോട്ട് വരുന്നത് ജാവേദ് ഫേമസ് നെഹാരിയാണ്. പേര് പോലെ തന്നെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ടാണിത്. ലാസ്റ്റ് സ്പോട്ട് എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്, വേറെ ഒന്നുമല്ല. ഇനിയും ഇവിടെ ഒരുപാട് ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. പക്ഷെ നമ്മളെ ഫ്ലൈറ്റിൻ്റെ ടൈം അടുത്തുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്തത്. നമ്മൾ തലേ ദിവസം ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഈ സ്ട്രീറ്റ് ഫുള്ള് കവർ ചെയ്യായിരുന്നു. പക്ഷെ നമ്മൾ ജമാ മസ്ജിദിൽ ഒരുപാട് സമയം കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഓർഡർ ചെയ്യേണ്ടതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം പേര് പോലെ തന്നെ നെഹാരിയാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത്. അങ്ങനെ അവസാനം ജാവേദ് ഫേമസ് നെഹാരിയിലെ നെഹാരി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണതാ നമ്മൾ ഒരു ക്വാർട്ടർ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഈ ക്വാർട്ടറിന് ഒരു ചാർജ് ചെയ്യുന്നത് 120 റുപ്പീസ്. 120 റുപ്പീസ് മാത്രമാണ് ഈ ക്വാർട്ടറിന് ഒരു ചാർജ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് നെഹാരി കഴിക്കുന്നത് മുംബൈയിലാണ്. മുംബൈ മുഹമ്മദ് അലി സ്ട്രീറ്റിലെ ചൈനീസ് ആൻഡ് ഗ്രിൽസ് എന്നുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിക്കുന്നത്. അതിനുശേഷം നെഹാരി എവിടെ ഉണ്ടായാലും നല്ലതാണെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 9 ഫുഡ് സ്പോട്ട് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നമ്മളെ പതിൻ ബ്രോന്റെ അടുത്ത് ചോദിച്ചു, ബ്രോ മതി വയ്യാണ്ടായി പോട്ടെ, ഞങ്ങളെ വണ്ടി 2:30 എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഞാൻ പറ്റില്ല. ഈ സാക്കിർ നഗറിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇത് കഴിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അതിന് ഇത്രമാത്രം സംഭവമാണോ? നമുക്കിത് എങ്ങനെയാണ് നോക്കി നോക്കാം. മീറ്റൊക്കെ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഈ ഒരു സീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ സർവീസ് ഒക്കെ നെക്സ്റ്റ് ലെവലാണ്. ഒരുപാട് പേര് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പേര് പോലെ തന്നെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടാണിത്. അങ്ങനെ അവസാനം നമ്മൾ സാക്കിർ നഗറിന് ഗുഡ് ബൈ പറയാൻ പോകണം കേട്ടോ. എന്തൊക്കെ നമ്മൾ കഴിച്ചായിരുന്നേ, എവിടക്കൊക്കെ നമ്മൾ പോയായിരുന്നേ ബ്രോ. ഞങ്ങളൊക്കെ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങള് ഇത്രയും ഫുഡ് സ്പോട്ട് ഡൽഹിയിൽ കവർ ചെയ്യുന്നത്. താങ്ക് യു. സത്യം പറഞ്ഞാലേ നിങ്ങൾ ഡൽഹിയിൽ വരികയാണെങ്കിൽ ജമാ മസ്ജിദിലേക്ക് പറഞ്ഞ് പൊക്കോ കാണാൻ. പക്ഷെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ സാക്കിർ നഗർ അല്ലേ പൈസ നല്ലത്. സാക്കിർ നഗറിലേക്ക് വരുന്നതാണ് എന്തുകൊണ്ടും നല്ല 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 ഫുഡ് സ്പോട്ട് ഉണ്ട്. അധികം റഷ് ഇല്ല. സുഖമായിട്ട് ഓരോ ഫുഡ് സ്പോട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുക. എല്ലാം കൊണ്ടും നല്ലതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അല്ലേ. ജമാ മസ്ജിദിലേക്ക് പോവാ, വെറുതെ ഒന്ന് കണ്ടോ. കാരണം ഇതൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണല്ലോ. അവിടെ നിന്നൊക്കെയാണ് ഈ ഫുഡ് സ്ട്രീറ്റുകളൊക്കെ ഇവിടെ പടർന്നു പോണത്. ജമാ മസ്ജിദിലേക്കായിട്ട് തന്നെയാണ് ആൾക്കാർ വരുന്നതിൽ കൂടെ. നിങ്ങൾ ഫുഡ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സാക്കിർ നഗർ കവർ ചെയ്യണം. ബ്രോ ഇവിടുന്ന് ഇതല്ലാണ്ട് എത്ര ഫുഡ് സ്പോട്ടിൽ പോയിട്ടുണ്ടാവും? ഒരുപാട് 3-4 ഉണ്ടാവും കാര്യമായിട്ടുള്ളത്. ജമാ മസ്ജിദ് ആണോ ഇതാണോ നല്ലത്? എന്തുകൊണ്ടും നല്ലത് ഇവിടെ തന്നെയാണ്. ഇപ്പൊ ഒരു 3 കാരണങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന് ബഡ്ജറ്റ്, രണ്ടാമത് തന്നെ റഷ്, പിന്നെന്താ അത് രണ്ടും തന്നെ മെയിൻ കാര്യം. അത് രണ്ടാണ് നമുക്ക് ഏറ്റവും വേണ്ട കാര്യം. പിന്നെ ടേസ്റ്റും. നമ്മ ജമാ മസ്ജിദില് ഡൽഹിയിൽ നമ്മൾ ജമാ മസ്ജിദിലേക്കായിട്ട് മാത്രം 2 ദിവസം സ്പെൻഡ് ചെയ്ത് അല്ലോ വെറുതെ കളഞ്ഞ പോലെയാണ് എനിക്ക് തോന്നണത്. ഇവിടെ വന്നിട്ട് എന്ത് രസമായിട്ട് എല്ലാ ഫുഡ് സ്പോട്ടിലും ഒരു ഫുഡ് സ്പോട്ട് പോലും ഞങ്ങൾക്ക് ഷോക്കായിട്ട് തോന്നിയിട്ടില്ല. ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും നല്ലതാ അല്ലേ. ഇവിടുത്തെ ആൾക്കാരും അടിപൊളിയാണ്. ജമാ മസ്ജിദിലെ ആൾക്കാർ പോലെയല്ല. അവിടുത്തെ ആൾക്കാർ കുറച്ചും കൂടി
എന്താ പറയാ, കുറച്ചുകൂടി ഒരു ടെറർ ഫീൽ ആയിരുന്നു ഞങ്ങൾക്ക് ഫീൽ ചെയ്തായിരുന്നത്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ നെക്സ്റ്റ് ലെവലാണ്. നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തത് 2 മണിക്കായിരുന്നു, 2:30 ഇനിയിപ്പോ എത്ര മണിക്കാ? 2:45 ഇനി നമ്മള് റൂമിലേക്ക് പോയിട്ട് ലഗേജ് ഒക്കെ കണ്ട 2:45 നമ്മളാക്കി. നമ്മൾ ബ്ലൂ സ്മാർട്ട് വഴിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. കാരണം അതാണെങ്കിൽ നല്ല സുഖമായിട്ട് എയർപോർട്ട് എത്താൻ വേറെ ഒന്നും അറിയണ്ട ബ്രോ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ലാസ്റ്റ് ദിവസം അടിപൊളിയാക്കിയതിന് താങ്ക് യു. ഓക്കെ, ഇനി ഞാൻ ഡൽഹിയിൽ വരുമ്പോ വിളിക്കും. ഞങ്ങൾ ഫോണ് ബ്ലോക്ക് ചെയ്യോ, നമ്പർ ബ്ലോക്ക് ചെയ്യോ? ഓക്കെ ബ്രോ, താങ്ക് യു. സത്യം പറഞ്ഞാല് വെറും 2 ദിവസം കൊണ്ട് തന്നെ ഡൽഹി മടുത്ത ഞങ്ങൾക്ക് പിന്നെയും ഡൽഹിയിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി കൂട്ടിയത് സാക്കിർ നഗർ വിസിറ്റ് ചെയ്തതിന് ശേഷമാണ്. ഇതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇനിയും ഇവിടെ ഒരുപാട് ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഇതുപോലെ ഞങ്ങൾ ഇപ്പൊ നമുക്ക് ഫാദിൽ ബ്രോനെ കിട്ടി, ഇതുപോലെ തന്നെ വേറെ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവരെ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ഇനിയും ഇവിടെ ഒരുപാട് ഫുഡ് സ്പോട്ടുകളും ഫുഡ് സ്ട്രീറ്റും ഞങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും. സ്മാർട്ട് വിളിച്ചാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമയത്തിന് ഇറങ്ങുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പിന്നെ നമ്മൾ അല്ല പൈസ സ്മാർട്ട് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ സമയത്തിന് ഇറങ്ങുമെന്ന് വിചാരിച്ച് പിന്നെ നമ്മളൊരു 5-6 ഒരു 10-20 മിനിറ്റ് നമ്മൾ ലാഗായി. വെബ് ചെക്കിനും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടും ജാവേദ് ഫേമസ് നെഹാരിയിൽ നമ്മൾ ലാസ്റ്റ് സ്പോട്ടാണെന്ന് പറഞ്ഞ് നിർത്തിയോണ്ട് മാത്രമാണ് നമ്മളെ ഫ്ലൈറ്റ് മിസ്സാവാണ്ടിരുന്നത്. എങ്കിൽ ഓഫ് കോഴ്സ് നമ്മളെ ഫ്ലൈറ്റ് മിസ്സാവുമെന്ന് 100% ഉറപ്പാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പേരിന് മാത്രമാണ് ജമാ മസ്ജിദ് ഫുഡ് സ്ട്രീറ്റ് കവർ ചെയ്യണത്. അതല്ലാണ്ട് 100 ഇരട്ടി ഫുഡ് സ്പോട്ട് ഡൽഹിയിലുണ്ട്, 100 ഇരട്ടി ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾ ഡൽഹിയിൽ വിസിറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ഫുഡ് സ്പോട്ട്, ഫേവറേറ്റ് ഫുഡ് സ്പോട്ടും ഫേവറേറ്റ് ഫുഡ് സ്ട്രീറ്റും തീർച്ചയായും ഈ വീഡിയോന്റെ ഇടയിൽ കമന്റ് ചെയ്യുക. ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് എടുക്കാതെ എന്ത് തേങ്ങേണ്ടത് പൈസ പോയാ വീഴൂ. ശരിക്കും 25 GST എന്നാലും ലാഭമാണ്. അപ്പൊ നമ്മളെ ഇഫ്താർ സീരീസ് ഇവിടെ വെച്ച് തീരെയാണ്. എനിക്കറിയാം നോമ്പും പെരുന്നാളും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സീരീസ് അപ്ലോഡ് ചെയ്യണമെന്ന്. ഇപ്രാവശ്യം നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഉപകാരപ്പെടുന്നില്ലെങ്കിലും അടുത്ത റമദാന് എന്തായാലും ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അടുത്ത റമദാന് ഫുഡ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ റെഫർ ചെയ്ത് പോകാൻ ശ്രമിക്കുക. നമ്മൾ അടുത്ത റമദാനും ഇതുപോലത്തെ ഫുഡ് ട്രിപ്പും കാര്യങ്ങളും പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.